സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും ഈ നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 20 വാക്യം 3. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 ദിനവൃത്താന്തം 20 അധ്യായം 3 വാക്യത്തിൽ ഒരു നോമ്പിനെ കുറിച്ചാണ്, അഥവാ ഒരു ഉപവാസത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. യഹോശാഫാത്ത് ഇസ്രായേലിൽ രാജഭരണത്തിലായിരിക്കുമ്പോൾ മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ആ സമയം ചിലർ യഹോശാഫാത്തിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുവാനിടയായി: ഇതാ, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് തന്നെ നിന്റെ നേരെ വരികയാണ് എന്നറിയിക്കുവാനിടയായി. ആ സമയമാണ് യഹോശാഫാത്ത് ഭയപ്പെട്ട് ദൈവത്തെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തത്. ഇവിടെ ഒരു ഉപവാസത്തിൻ്റെ, ഒരു നോമ്പ് കാലത്തിൻ്റെ ആവശ്യകതയാണ് നാം ആദ്യം മനസ്സിലാക്കുന്നത്. ദൈവജനം ദൈവത്തെ അന്വേഷിക്കുവാൻ യഹോശാഫാത്ത് രാജാവ് ആജ്ഞാപിക്കുകയാണ്. കാരണം ഈ സമയം വളരെ കഠിനകരമാണ്. നാലുപാടു നിന്നും പല ജാതികൾ യുദ്ധത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ശക്തിയും നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും അവരോട് എതിർക്കുവാൻ പോരാതെ വരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കാം. അങ്ങനെ ദൈവത്തോട് സഹായം ചോദിപ്പാൻ യഹൂദിയരെല്ലാവരും, അഥവാ ഇസ്രായേൽ ജനം, ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടുകയും ദൈവത്തെ അന്വേഷിപ്പാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് അടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഈ 2 ദിനവൃത്താന്തം 20 അധ്യായം മുഴുവൻ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവർ പാട്ടുപാടി വിജയം പ്രാപിച്ചു എന്നാണ്. അതെ, അവർ ദൈവത്തെ സ്തുതിച്ച് വിജയം പ്രാപിച്ചു എന്നാണ്. അവർ ദൈവത്തെ ആരാധിച്ച് വിജയം പ്രാപിച്ചു എന്നാണ്. 2 ദിനവൃത്താന്തം 20 അധ്യായം 22 വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. യഹൂദ്യരുടെ, അഥവാ ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കൾ എങ്ങനെയാണ് തോറ്റുപോയത്? എങ്ങനെയാണ് ഇസ്രായേലിന്, യഹൂദ്യർക്ക് വിജയം ലഭിച്ചത്? ഇതാ, അവരുടെ ശത്രുക്കൾ അവരോട് അടുത്തപ്പോൾ അവർ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ സഹായത്തിനും ദൈവസന്നിധിയിൽ ദൈവത്തെ അന്വേഷിപ്പാനായി ഒരുമിച്ച് കൂടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഐക്യത നാം കാണുന്നുണ്ട്. രാജാവും ദേശത്തിലെ ജനങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തെ അന്വേഷിപ്പാനും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നു. അതിൻ്റെ ഫലമായി
അവരിതാ പാട്ടും പാടി വിജയം പ്രാപിക്കുകയാണ്. ദൈവത്തെ ആരാധിച്ച് വിജയം പ്രാപിക്കുകയാണ്. അവർ യുദ്ധം ചെയ്യാതെ തന്നെ ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് വിജയം നൽകുകയാണ്. അതെ, ഈ നോമ്പുകാലം പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവസഹായം അപേക്ഷിക്കുവാൻ നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പാട്ടുപാടി ജീവിത വിജയം കരസ്ഥമാക്കുവാൻ കാരണമായി തീരും. ഇവർ പാട്ടുപാടി വിജയം പ്രാപിച്ചു എന്നാണ് 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാട്ടുപാടുന്നതും ദൈവത്തെ ആരാധിക്കുന്നതാണ്. ആമേൻ, ആമേൻ. പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ, അങ്ങെപ്പോലെ വേറാരും ഇല്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ, അങ്ങെപ്പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ.